കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രി കെട്ടിടം തകർന്ന് മകളുടെ ചികിത്സയ്ക്കെത്തിയ സ്ത്രീക്ക് ദാരുണാന്ത്യം സംഭവിച്ചതിൽ വലിയ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന തിരുവനന്തപുരത്താണ്, തലസ്ഥാന നഗരിയിലാണ് ഇപ്പോൾ KSUവിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്കാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചത്. KSU അവിടെ ആ മാർച്ച് പോലീസ് തടയുകയും വലിയ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് അവിടെ പ്രവർത്തകർ. MG പ്രതീഷ് അവിടെ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, അവിടെ തലസ്ഥാന നഗരം അവിടെ ഒരു പ്രതിഷേധ തെരുവായി മാറുന്ന കാഴ്ച കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കാണുന്നു. വിവിധ സംഘടനകൾ, വിവിധ പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ അവിടെ പ്രതിഷേധ മാർച്ചുമായി രംഗത്തെത്തുന്ന കാഴ്ച കണ്ടു. എന്താണ് നിലവിൽ KSUവിന്റെ പ്രതിഷേധം? ഒപ്പം ഇനിയുള്ള പ്രതിഷേധ പരിപാടികൾ എങ്ങനെയാണ് പ്രതിപക്ഷ സംഘടനകൾ ഉദ്ദേശിക്കുന്നത്, ആസൂത്രണം ചെയ്യുന്നത്? ആരോഗ്യവകുപ്പിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അനാസ്ഥകളിൽ ആരോഗ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അത് തലസ്ഥാനത്ത് മാത്രമല്ല, സംസ്ഥാന വ്യാപകമായ ആരോഗ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നു. വിദ്യാർത്ഥി യൂണിയന്റെ ഇന്നും പോരാട്ടങ്ങളുടെ തെരുവീതികളിൽ നിന്ന് ഇന്ന് ഉച്ചക്കടക്കം കേരളത്തിലെ വിദ്യാർത്ഥികളോട് നീറുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ഫർണസിന് കേന്ദ്രത്തിന് മുന്നിലേക്ക് കടന്നു വന്ന് ക്രൂരമായിട്ടുള്ള ഈ കാക്കിയണിന്റെ പോലീസിന്റെ അതിക്രൂരമായിട്ടുള്ള ലാത്തി ചാർജിന് വിധേയമായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ നീറുന്ന വിഷയത്തെ തങ്ങളുടെ വിഷയമാണ് എന്ന് ഏറ്റെടുത്തുകൊണ്ട് ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട അലോഷ്യസ് സേവറെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. അധ്യക്ഷൻ ജില്ലാ KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഗോപു നെയ്യാർ, സംസ്ഥാന KSU കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ പ്രിയപ്പെട്ട അരുൺ രാജേന്ദ്രൻ, പ്രിയപ്പെട്ട യദുകൃഷ്ണൻ MJ, സംസ്ഥാന KSU കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട ആദേശ്, പ്രിയപ്പെട്ട കൃഷ്ണകാന്ത്, പ്രിയപ്പെട്ട അരുൺ SK, പ്രിയപ്പെട്ട അനീഷ് ആന്റണി, പ്രിയപ്പെട്ട സച്ചിൻ ടി പ്രദീപ്, ആസിഫ് കൈപ്പമംഗലം ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സംസ്ഥാന KSU കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ജില്ലാ KSU കമ്മിറ്റിയുടെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് ഇന്ന് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു സാഹചര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് കെടുകാര്യസ്ഥിതിയുടെ കൂത്തരങ്ങായി കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മുന്നോട്ട് പോകുമ്പോഴും അത് സിസ്റ്റത്തിന്റെ പരാജയമാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിക്കുകയാണ്. ഇന്ന് അതിദാരുണമായിട്ടുള്ള ഒരു വിഷയം കോട്ടയത്ത് ഉണ്ടായപ്പോൾ ആ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ആളുകൾ മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ഒരാളും അപകടത്തിന് ഇരയാക്കിയില്ല എന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വാക്കുകളാണ് ഇത്തരത്തിലേക്കുള്ള ഒരാളുടെ മരണത്തിലേക്ക് കലാശിക്കുന്ന സാഹചര്യം എത്തിച്ചേർന്നത്. അപ്പോൾ ആരോഗ്യമന്ത്രി സ്പോൺസർ ചെയ്ത സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ. ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയും ആരോഗ്യമന്ത്രിയുടെ അനാസ്ഥയും ഒക്കെ പറയുകയാണ്. വലിയ ആരോപണമായത് ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയാണ് KSU. അവിടെ ഇപ്പോൾ MG പ്രതീഷ് തുടരുന്നുണ്ട്. MG പ്രതീഷ്, അവിടെ ഈ രീതിയിൽ പ്രതിഷേധം പല സംഘടനകൾ ഉയർത്തുന്നുണ്ട്. വലിയ രീതിയിൽ പ്രതിഷേധ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി തന്നെ സംഘടിപ്പിക്കുകയാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രത്യേകിച്ച്. ഇനിയിപ്പോൾ അവിടെ മറ്റ് ചില സംഘടനകൾ കൂടി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും എന്നൊക്കെയുള്ള നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്? പ്രജിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആരോഗ്യവകുപ്പിനെതിരെ വലിയ പ്രതിഷേധം പല ജില്ലകളിലും അരങ്ങേറുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലും അത്തരത്തിലുള്ള പ്രതിഷേധമാണ് തുടരുന്നത്. നിലവിൽ ഈ അനക്സ് 2-ൽ, അതായത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലാണ് KSU പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി എത്തിയത്. ഇതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് ഫ്രണ്ടും അല്പസമയത്തിനകം പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തുടർച്ചയായ ആരോഗ്യവകുപ്പിനെതിരെ വലിയ ആരോപണങ്ങൾ, പരാതികൾ ഉയരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വലിയ പ്രതിഷേധം ആരോഗ്യവകുപ്പ് സർക്കാരിനുമെതിരായി യുവജന സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും സംഘടിപ്പിക്കുന്നത്. നേരത്തെ ഈ ഡോക്ടർ ഹാരിസ് ഹസന്റെ തുറന്നുപറച്ചിലുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഡോക്ടറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ തന്നെ സർക്കാരിനും ആരോഗ്യവകുപ്പിനുമെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് കോട്ടയത്തും വലിയൊരു അനാസ്ഥ ഉണ്ടായത്. ഇതാണ് ഇത്തരത്തിലൊരു സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ചത്. ഒപ്പം മന്ത്രി ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച നിലപാടിനെതിരെ വലിയ വിമർശനം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിനടക്കം അത് വലിയ വീഴ്ചയുണ്ടാക്കിയത് മന്ത്രിയുടെ ആദ്യ പ്രതികരണമാണ് എന്നതാണ് ഈ പ്രതിഷേധം നടത്തുന്ന പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും ആരോഗ്യമന്ത്രിയുടെ രാജിയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. മന്ത്രി രാജിവെച്ച് പുറത്തു പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധമുണ്ടാകും. ആരോഗ്യമന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്നതാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം അത്തരത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ വരും ദിവസങ്ങളിലും നടത്തുമെന്നതാണ് പ്രധാനമായും അറിയുന്ന കാര്യം. മന്ത്രി പോകുമ്പോൾ
എല്ലായിടങ്ങളിലും കാണിക്കാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസിന്റെയും ഒപ്പം യുവജന സംഘടനയായ KSUവിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ അനക്സ് 2 പ്രതിഷേധം അവസാനിപ്പിച്ച KSU പ്രവർത്തകർ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. അല്പസമയത്തിനകം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്കും യൂത്ത് ശരി പ്രദേശം എന്തായാലും ഫ്രണ്ട് ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം വലിയ ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരികയാണ് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ.